അത് അവന്റെ ഇത് വെച്ച് നോക്കുമ്പോ അവന് പല ചെലവുകൾ കാണുന്നു. ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അവന് അതിനുള്ള എമൗണ്ട് അവന്റെ കൈ കാണില്ല. അപ്പൊ അതിൽ കൂടുതൽ എവിടെ നിന്ന് കിട്ടുന്നു? വെൽക്കം ബാക്ക്. അപ്പൊ എഗെയിൻ ഒരു രേണുസുതി കണ്ടന്റ് ആണ്. കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ചു പോകാം. അപ്പൊ കിച്ചു ഒന്ന് വീഡിയോ ഇട്ടതിന് ശേഷം രേണു പറയുന്നത് ഷെഫീന ബേബി കാരണം കൊണ്ടാണ് അവരുടെ കുടുംബം തകർന്നിരിക്കുന്നതെന്ന്. അതായത് മക്കളെയും അമ്മയും തമ്മിൽ അടിച്ചു പിരിക്കാനാണ് ഈ ഷെഫീന ബേബി ശ്രമിച്ചിരിക്കുന്നതൊന്നും. പിന്നെ അതിനോടൊപ്പം തന്നെ കിച്ചു അവന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതിനെപ്പറ്റി നമ്മുടെ ജാസി മുതൽ, ജാസിയുടെ കൂടെ പാര നടക്കണമെന്ന് അറിയാലോ, ആ ആള് വരെ വേണ്ടാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രേണുവിന് എന്താ പറയാനുള്ളത് നോക്കാം. ഷഫീന ബീവി അല്ലെ, തെർത്താത്ത തെർത്താത്തയുടെ ശ്രദ്ധയ്ക്ക്, തെർത്താത്തെ ഈ തെർത്താത്തേനെ കുടുംബത്തിൽ കയറ്റുന്നവരുടെ ശ്രദ്ധിക്കുക. ആ കുടുംബത്തെ നിങ്ങൾ ദയവ് ചെയ്ത് കയറ്റി ഇവരുമായിട്ട് സൗഹൃദം കൂടിയ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി പോകും. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചോ, ആര് കുടുംബത്തിൽ കയറ്റിയാലും ഇവരെ നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാണ്. എന്നെ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാത്ത കുറെ പേരെടുത്ത് ഇവരെ തലയിൽ വെക്കുന്നതല്ലാതെ ഇവരാരാണെന്ന് എന്താണ്, ഇവർക്ക് ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവരെ പറ്റി ഇവരുടെ പേര് പോലും ഞാൻ പറഞ്ഞ ഇവർക്ക് റീച്ചാണ്. ഇവരിപ്പം കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ലൈഫും കുടുംബവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചേക്കുവാണ്. നിന്റെ ഇതിന് വീഴുന്നവളല്ല രേണുസുതി, മനസ്സിലായോ? നീ കുറെ കിടന്ന് കളിക്കും. നിനക്ക് എന്താ അറിയണ എന്റെ പെട്ടിക്കകത്ത് എന്താ? നാടി പെട്ടിക്കകത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സും ഉണ്ട്, കുറച്ച് ഡ്രസ്സും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് മുട്ടായി, ഋതപ്പനൊക്കെ മേടിച്ചോണ്ട് പോകുന്ന മുട്ടായി, കുറെ പേര് നല്ല മുട്ടായി ഒക്കെ തന്നുവിടുന്ന ആ മുട്ടായി. ഇതൊക്കെ നിന്നെ എന്തിനാണ് ഞാൻ ബോധിപ്പിക്കുന്നത്? അപ്പൊ ഇപ്പൊ പറഞ്ഞത് ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മറ്റേ എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെ മറ്റേ ഫാമിലിയെ തമ്മിൽ അടുപ്പിച്ച്, മക്കളെ തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ച ഒരമ്മ മകൻ ബന്ധം വേറെ ആള് വന്നിട്ട് പറയുകയാണ് ഇങ്ങനത്തെ കുറച്ച് വൃത്തികേടുകൾ പറഞ്ഞു കൊടുത്ത അത് വിശ്വസിക്കാൻ മാത്രം ചെറിയ കുട്ടിയാണ് കിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഏജ്ഡ് ആർക്കണം ഇപ്പോ. അപ്പൊ അതുകൊണ്ട് അമ്മേനെയും മക്കളെയും തമ്മിൽ തെറ്റിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം കിച്ചു എന്ന് പറയുമ്പോ രേണുസുതി വളർത്തമ്മ ആണെങ്കിൽ പോലും കിച്ചുവിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവരുടെ ലൈഫിലേക്ക് രേണുസുതി വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേസ്, രണ്ടാൾക്കാർ തമ്മിൽ നല്ല രീതിയിലൊരു ബോണ്ടാണ്. പക്ഷെ അവരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ പുറമേന്നൊരാള് വന്ന് നോക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ബോധ്യത ഉണ്ടാവുമല്ലോ, ഇന്ന ആള് ഇതേ ചെയ്യുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഷെഫീന ബേബിക്ക് ഇവരുടെ കുടുംബത്തിൽ വന്ന് കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചെക്കനെ എന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതൽ രേണുസുതിയെ മോശമാക്കിയിട്ട് ഒന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പൊ ഇതിന് വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആവണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. നിങ്ങൾ ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയ കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് അനാവശ്യമായി ആൾക്കാർ വന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ പോകേണ്ട ആവശ്യം? ഒരു കാര്യം, സ്ക്രീൻഷോട്ടിന്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നോടടുത്ത് ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിന്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. അതായത് ഒരാള് വന്ന് പറയുകയാണ് മകന് പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് വരെ പബ്ലിക്കിൽ കാണിച്ചു കൊടുത്തിട്ട് ആ ചെക്കന്റെ ഒരു നാറ്റിക്കുന്ന വരെയാണ് ഇപ്പൊ രേണുസുതി എത്തിയിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് പൈസ അയച്ചു തന്നിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ്, ഇതാ കണ്ടോട്ടോ ഇവന് ഞാൻ അയച്ചു കൊടുത്ത പൈസ എന്തുമാത്രം ഉണ്ടാവും നിങ്ങളുടെ ഒരു വില എന്നൊന്നപ്പോ ആലോചിച്ച് നോക്ക്. കിച്ചുവിന് ഇപ്പൊ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അത്യാവശ്യം ഒരു ലെവലിലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചെലവ് എന്നുള്ള ലെവലിലൊക്കെ രേണുസുതി അയച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻഷോട്ട് മൊത്തം എടുത്തിട്ട് കാണിച്ചു കൊടുക്കേണ്ട എന്താ ആവശ്യമുള്ളത്? പറയേണ്ടവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതും കേട്ടിട്ട് ആ ചെക്കനെ നാട്ടിക്കാൻ ഇറങ്ങി അതേപോലെ ഇരിക്കും. കിച്ചു തന്നെ ഒരു യൂട്യൂബർക്ക് റിപ്ലൈ കൊടുത്ത കാര്യം നമുക്കൊന്ന് വായിക്കാം. ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല, കിച്ചുവിന്റെ റിപ്ലൈ ആണ്. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്, പിന്നെ അമ്മയെ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്താ എന്ന് വെച്ച് ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന
മാത്രം ആണ്, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പൊ ഇട്ട് തരാടാ, അതേ ഉള്ളൂ ഒരു കോണ്ടാക്ട് എന്നുള്ളത്. ഈ ഒരു കമന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവാം, അതായത് പബ്ലിസിറ്റി, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിച്ചുവിന് പൈസ കൊടുക്കുന്നുണ്ടെന്നുള്ള ലെവലിലുള്ള രേണുവിന്റെ പ്രവർത്തികൾ അത് നമ്മളൊരു വീഡിയോയിൽ കണ്ടത് കൂടിയാണ്. അപ്പോ ഇങ്ങനത്തെ ഉള്ള രേണുസുദ്ധി സ്ക്രീൻഷോട്ട് പബ്ലിക് ആക്കിയതിൽ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോ കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണോട് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ട വ്യക്തി. അപ്പോൾ എനിക്കത് പറയാം, കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുധീരന്റെ മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണത്തിന്റെ ആദ്യത്തെ മോനാണ് കിച്ചു, അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെ ജാതി വിഷാടോ തുപ്പുന്നേ, സ്വന്തം മോനല്ല, പൈസ ഇട്ട് കൊടുക്കണത് കണ്ടു. ഈ ജാതിയുള്ള വായ തോന്നിയുള്ള വർത്താനത്തിനാണ് എന്നെ അന്ന് പിടിച്ചിട്ട് ആൾക്കാരെ ഏറെ കയറ്റിന്ന് ആലോചിച്ചോ. ഗർഭണനായി നടക്കുകയും എന്റെ വയറ്റിൽ കുട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ലെവലില് ഇനി അതെടുത്ത് ആവർത്തിക്കുകയാണെങ്കിൽ ആൾക്കാരെടുത്ത് പുതപ്പിക്കുന്നു ഓർത്താൽ മതി. ബിഗ് ബോസ് ആണ് ലക്ഷ്യമെന്ന് എനിക്കറിയാം. ഇല്ല, കിച്ചു പക്ഷെ പറയാണ്ട് പറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആസ് എ ഒരു ആണ് കിച്ചുവിന് കുറെ മെന്റലി ഡ്രോമയിലൂടെ കടന്നു പോയൊരു കുട്ടിയാണ് കിച്ചു. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ പ്രശ്നങ്ങൾ തല്ല് ഇതും കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത് സത്യമായിരിക്കാം ഒരു പക്ഷേ, കാരണം ഫസ്റ്റ് റിലേഷനിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സെക്കൻഡ് റിലേഷൻ ആയപ്പോഴും ആ കുട്ടിക്ക് അത് മെന്റലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തേർഡ് റിലേഷൻ, രേണുവിന്റെ റിലേഷൻ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു ആ റിലേഷനിൽ. ആകെ ഒരു കാര്യം പറയുന്നത്, ഒരു സ്റ്റാർ മാജിക്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അച്ഛൻ്റെ കൂടെ ഞാൻ പോവാറില്ല, കാരണം എന്നോട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് കിച്ചു അതിൽ പറയുന്നത്. ഞാൻ അത് ഫുള്ള് കണ്ട വ്യക്തിയാണ്. രേണുവിന് അതിലൊന്നും പറയുന്നില്ല, പക്ഷെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നി പിന്നെ അത് ഇവരെല്ലാവരെയും സമ്മതപ്രകാരമായിരിക്കും എന്നെ അതിൽ നിന്ന് അച്ഛനിൽ നിന്ന് അകറ്റിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ അച്ഛനിൽ നിന്ന് അകറ്റുന്ന ബന്ധമല്ല ഒരു അച്ഛൻ മകൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇവനൊരു പരനാറിയാണെങ്കിലും ഈ പറഞ്ഞതില് കാര്യമുണ്ട്. കാരണം ഒരു അച്ഛനും മകനും എന്നുള്ള ബോണ്ട് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ രേണുസുധി കിച്ചു എന്നുള്ള ഒരു ബോണ്ട് വേറെ ആള് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നതാണോ? ഒരിക്കലും അല്ല. അവർക്ക് തമ്മിൽ അറിയാലോ. പരസ്പരം നന്നായിട്ട് അറിയുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ഇരിക്കും. പുറമേ നിന്ന് ഒരാള് വന്ന് പറഞ്ഞാലും നമുക്കറിയാലോ, അതായത് അവർ ഇത്ര വരെ പോവുള്ളൂ, അവരുടെ ചിന്താഗതി അങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ കിച്ചു അവന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് കാര്യങ്ങളൊക്കെയാണ് അവന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത്. അല്ലാണ്ട് രേണുസുധീനെ പറ്റിയിട്ടുള്ള മോശമായിട്ടോ 20% പോലും അവിടെ പറഞ്ഞിട്ടില്ല. ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അവന് അതിനുള്ള എമൗണ്ട് അവന്റെ കൈ കാണില്ല. അപ്പൊ അതിൽ കൂടുതൽ എവിടെ നിന്ന് കിട്ടുന്നു? എന്തിനാണ് നീ കണ്ടോ അവൻ ലഹരി അടിക്കണ ഇന്നും നാളെ മറ്റന്നേ, അല്ലെങ്കിൽ ഇപ്പൊ അവൻ ലഹരി അടിക്കണത് കണ്ടോ? ആ ചെക്കൻ അവന്റെ ചെറുപ്പത്തിൽ അവന് മാനസികമായി അവനെ നോക്കാനോ അല്ലെങ്കിൽ കെയർ ചെയ്യാനോ ഒരാളില്ലാത്തപ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാർ അങ്ങനെ പോവും. ഒരാൾ നോക്കാനില്ലാതെ ആവുമ്പോഴാണ് ഒരാൾ വഴിതെറ്റി പോകുന്നത്. നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഇതേപോലെ വന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കല്ല മോളെ. ആ ചെക്കൻ അവിടെ അവന്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് വന്ന് പറഞ്ഞേക്കണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. വേറെ ആർക്ക് പറയാൻ പറ്റും അങ്ങനെ ഞാൻ യൂസ് ചെയ്തിരുന്നു എന്നുള്ളത്? അതിനൊരു ചങ്കൂറ്റം വേണം. അവൻ ചെയ്തതാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. അത് അന്നത്തെ സാഹചര്യം മൂലമാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന പറയുന്നത്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യല്ല. അവനെ അന്ന് നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ലെവലിലേക്ക് വഴിയെറ്റി കൊടുക്കണേ. അല്ലാണ്ട് ഈ രേണു അയച്ചു കൊടുക്കണ പൈസ അവന് ഡ്രഗ് യൂസ് ചെയ്യാനാണ് മറ്റേനാണ് മറിച്ചനാന്ന് പറയേണ്ട ആവശ്യമില്ല. 21 വയസ്സായ ആൾക്ക് ഇത്രത്തോളം ക്യാഷ് എന്തിനാണ്? ഞാൻ അത് ചോദിച്ചാണ് രേണു ചേച്ചിനോട് പ്രശ്നമായിട്ടുള്ളത്. രേണു ചേച്ചി എന്തിനാണ് ഇത്രയും ഒരു കുട്ടിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത്? ആ ഫുഡ് കഴിക്കാനായിരിക്കും. അത് ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ അച്ഛനമ്മ ഇനിയിപ്പോൾ 2ാമേ 3ാമേ 4ാമേ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. എൻ്റെ മോനെ ഒരുപാട് ക്യാഷ് കൊടുത്താലും കുട്ടികൾ വഴിതെറ്റി പോകത്തേ ഉള്ളൂ. കാരണം അവർക്ക് കയ്യിൽ ക്യാഷ് കുറേ ആയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഡ്രഗ്സും അല്ലെങ്കിൽ ലഹരി ഐറ്റംസും കിട്ടാൻ
എത്ര ഇത് മതി, മിനിറ്റുകൾ മതി. അപ്പൊ അതിനൊക്കെ ക്യാഷ് പോവും, അത് കൊടുത്ത് ക്യാഷ് വാങ്ങാൻ ബൈ ചെയ്ത് ഇവർ യൂസ് ചെയ്യുന്നത് കാര്യമാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പിടുത്തം വെക്കണം മക്കളെ. എന്തായാലും അത് രേണു ചേച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു ചേച്ചി ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് കൊടുത്തോണ്ടേ ഇരിക്കണ്ടായിരുന്നു. ഇവൻ ആ യൂട്യൂബിൽ തന്നെ 10 ലക്ഷം വരെ വ്യൂസ് പോയിട്ടുണ്ട്. എങ്ങനെ പോയാലും 1 lakh above എമൗണ്ട് അവന് കിട്ടിയിട്ടുണ്ടാവും യൂട്യൂബിൽ നിന്ന് മാത്രമുള്ള വരുമാനം. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേറെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് രേണുവിനെ വീണ്ടും പൈസ വാങ്ങണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജാസി പറഞ്ഞത് ശരിയാണ്, നോക്കാൻ അന്ന് ആളുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റവള് തുപ്പുന്ന വിഷം അത് കുറച്ച് സീനാ. യൂസ് ചെയ്യാനാണ് ഫ്രണ്ട്സിന്റെ കൂടെ എന്നുള്ളതൊക്കെ പറയുന്നത്. അതൊക്കെ കുറച്ച് മോശപ്പെട്ട പരിപാടിയാണത്. പിന്നെ അതേപോലെ തന്നെ ഇവന് പൈസയാണ് ഇവന്റെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പരമ്പരയായിട്ട് ഇവനൊരു വീഡിയോ ഇട്ടാൽ മതി, അത് കിട്ടും. എന്ത് യൂസ് ചെയ്യാനാണെങ്കിലും അതിനുള്ള ഇഷ്ടം പോലെ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടും. അത്യാവശ്യം വ്യൂവർഷിപ്പും ഉണ്ട്. ആ ചെക്കന്റെ ഉള്ളിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ അവന് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.